കനേഡിയൻ ബൈഡ് ഒക്കെ പറയാം പീസിന് തന്നെ 1.5 ലാക്ക് ഒക്കെ വരുന്നുണ്ട്. 1 ലാക്കിന്റെ മേലെയാണ് കനേഡിയൻ ബൈഡിന് കിട്ടുക. ഇതിപ്പോൾ ഇവന്റെ ഫീമെയിൽ ബ്രീഡായി കിടക്കുന്നതാണ്. അതാണ് ഇപ്പോൾ കണ്ടോ, നമ്മൾ വന്നപ്പോൾ ഇവൻ അകത്തേക്ക് പോയി. നമുക്ക് നോക്കിയറിയാം. വൺ ടൈം നമ്മൾ 7 പെയർ സൺകുന്നൂറിനെ കൊടുത്തു വിട്ടു. 7 പെയറോളം സൺകുന്നൂർ നമ്മൾ കൊടുത്തു വിടുക. കാരണം വെച്ചാൽ കയറുക തുടക്കം തന്നെ സൺകുന്നൂറിലേക്ക് കയറാതിരിക്കുക. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ കാര്യമാണ്. കാരണം സൺകുന്നൂർ വെച്ചാൽ നമ്മളിലുള്ള ഒരു സൺകുന്നൂർ ചെറിയ രീതിക്ക് ഹലോ ഹായ് അതൊക്കെ ചെറുതായിട്ട് രീതിക്ക് പറയും. മനുഷ്യനായിട്ട് ഭയങ്കര രീതിയിൽ എടുക്കുന്ന ഒരു തരം ബേഡ്സാണ് സൺകുന്നൂർ. കുന്നൂർ ഇങ്ങനത്തെ പേരുകൾ കിട്ടണം. ചില പേരൻസ് വെച്ചാൽ ചില ബേഡ്സുകളെ പേരൻസ് വെച്ചാൽ ചിക്സുകൾ എടുത്ത് പുറത്ത് ഇടുന്നുണ്ട്, എഗ് എടുത്ത് പുറത്തുണ്ട്. അങ്ങനെയൊക്കെ പേരൻസുകൾ പലതും. ഹൈപ്പർ റെഡ് ഉണ്ട്, പൈഡ് ഉണ്ട്, യെല്ലോ ഡോമിനൻ്റ്, റെഡ് ഡോമിനൻ്റ്, അങ്ങനെ 4-5 പേരോളം നമ്മൾ സൺകുന്നൂർ നിലവിൽ നമ്മുടെ അടുത്തുണ്ട്. എല്ലാം ബ്രീഡാവുന്ന പേരുകളാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ചാനൽ ബേഡ്സേക്ക്. എൻ്റെ പേര് വിശാഖ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നല്ല കേട്ടോ. ഒരുപാട് പേര് നമുക്ക് എൻക്വയറി ചെയ്യുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണിത്. കാരണം ഒരുപാട് പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ, ഒരു ബേഡിനെ പറ്റിയുള്ള വീഡിയോ. ഓക്കെ, അപ്പം ഏതാ ബേഡ് എന്ന് പറഞ്ഞാൽ സൺകുന്നൂറാണ്. അപ്പോൾ നിങ്ങൾ സൺകുന്നൂർ എടുക്കാൻ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ഈ വീഡിയോ കാണുക, അതിനുശേഷം മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലേക്ക് നോക്കരുത് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പം ഞാൻ ഇപ്പോൾ നിലവിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്ന എൻക്വയറിയാണ് സൺകുന്നൂറിൻ്റെ ചിക്സ് ഉണ്ടോ, അല്ലെങ്കിൽ സൺകുന്നൂറിൻ്റെ ഹാൻഡ് ഫീഡ് ഉണ്ടോ, സൺകുന്നൂറിൻ്റെ പെയറുണ്ടോ, ഈ 3 കാര്യങ്ങൾ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം കൊനൂർസിനെ പോയിട്ട് ശേഷം മാത്രം സൺകുന്നൂറിലേക്ക് കയറുക. തുടക്കം തന്നെ സൺകുന്നൂറിലേക്ക് കയറാതിരിക്കുക. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ കാര്യമാണ്. കാരണം സൺകുന്നൂർ വെച്ചാൽ നല്ല ബേഡാണ്. എന്തുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്, ബ്രീഡിങ് വലിയ ടഫല്ല, എല്ലാം കൊണ്ടും സുഖമുള്ള ബേഡാണ്. അപ്പം അതിനൊരു റൂട്ട് നമുക്ക് അറിയണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ കൊനൂർസുകൾ, അതായത് സ്മോൾ കൊനൂർസിനെ ബ്രീഡ് ചെയ്ത ശേഷം മാത്രം ഇതിലേക്ക് സണ്ണിലേക്ക് പോകാം. അതല്ല സൺകുന്നൂറിലേക്ക് തന്നെ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ പോകുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ അതിന് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നിലവിൽ നമ്മുടെ അടുത്ത് ഏകദേശം ഒരു 4 പേരുകളുണ്ട്. അതായത് ഹൈപ്പർ റെഡ് ഉണ്ട്, പൈഡ് ഉണ്ട്, യെല്ലോ ഡോമിനൻ്റ്, റെഡ് ഡോമിനൻ്റ്, അങ്ങനെ 4-5 പേരോളം നമ്മൾ സൺകുന്നൂർ നിലവിൽ നമ്മുടെ അടുത്തുണ്ട്. എല്ലാം ബ്രീഡാവുന്ന പേരുകളാണ്. അപ്പം ഇത്രയും ബേഡിനെ പോറ്റിയ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ ഷെയർ ചെയ്തുതരാം. ഓക്കെ, ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. നിങ്ങൾ എന്തായാലും സൺകുന്നൂർ എടുക്കാൻ പോകുന്നവരായിരിക്കും എൻ്റെ വീഡിയോസ് മിക്കതും കാണുന്നത്. അപ്പോൾ ദയവ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അതിൽ ഫസ്റ്റ് കാരണം എന്ന് വെച്ചാൽ സൺകുന്നൂർ ബ്രീഡിങ് നോർമൽ കൊനൂർസുകളെ പോലെ തന്നെയാണ്. വലിയ രീതിക്കുള്ള ടഫോ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നോർമൽ കൊനൂർസുകളെ പോലെ തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഫുഡിൻ്റെ കാര്യമായിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു ബ്രീഡിങ് സമയത്തുള്ള കാര്യങ്ങളായിക്കോട്ടെ, അത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൺകുന്നൂർ വെച്ചാൽ സ്മോൾ കൊന്നൂർ അല്ല, അതൊരു മീഡിയം കൊന്നൂറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നോർമൽ സ്മോൾ കൊന്നൂർ അല്ല സൺകുന്നൂർ വരുന്നത്, സൺകുന്നൂർ മീഡിയം കൊന്നൂർ വിഭാഗത്തിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ 4 പേർ നമ്മൾ അത് ഫിക്സഡ് പെയറുകളല്ല, ഒന്നും തന്നെ നമ്മൾ ഫിക്സഡ് പെയറുകളല്ല. കാരണം എന്താ വെച്ചാൽ ഒക്കെ നമുക്ക് നമ്മൾ ഏകദേശം 2 പെയർ നമ്മൾ എപ്പോൾ ഹോൾഡ് ചെയ്യും, 2-3 പെയർ നമ്മൾ ഹോൾഡ് ചെയ്യാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ നോയ്സ്, നല്ല രീതിക്ക് സൗണ്ടുള്ള ബേഡാണ് സൺകുന്നൂർ. മറ്റുള്ള കൊന്നൂറുകളെ പോലും മറ്റുള്ള ബേഡ്സുകളെ പോലെയല്ല, നല്ല രീതിയിൽ സൗണ്ട്. കാരണം നമ്മളൊരു ദിവസം നമ്മൾ മുമ്പത്തെ വീട് നമുക്ക് നോക്കിയറിയാം. വൺ ടൈം നമ്മൾ 7 പെയർ സൺകുന്നൂറിനെ കൊടുത്തു വിട്ടു. 7 പെയറോളം സൺകുന്നൂർ നമ്മൾ കൊടുത്തു വിടുക. കാരണം വെച്ചാൽ നോയ്സ് കാരണം മറ്റുള്ള ബേഡ്സുകൾക്ക് ഇറിറ്റേറ്റ് ആയി, മറ്റുള്ള ബേഡ്സ് ബ്രീഡ് ആവാതായി. ഓക്കെ, ആ ഒരു കാരണമുണ്ട്. പിന്നെ നിലവിൽ അവരുടെ ഫുഡിങ്ങിൻ്റെ രീതി, അത് ഞാൻ പറഞ്ഞുതരാം. ഫുഡിൻ്റെ രീതി എന്ന് വെച്ചാൽ നമ്മൾക്ക് രാവിലെ കൊടുക്കുന്ന നോർമൽ സ്പ്രൗട്ട് തന്നെയാണ് അവർക്കും കൊടുക്കാറുള്ളത്. നോർമൽ സീഡ് മിക്സ് തന്നെയാണ്. സ്പ്രൗട്ടിൽ തന്നെ നമ്മൾ ഗോതമ്പ്, ചെറുപയർ, മമ്പയർ, അതേപോലെ തന്നെ റാഗി, അങ്ങനെ എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഒരു സ്പ്രൗട്ട് മിക്സ്. അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ രാവിലെ എല്ലാവർക്കും സപ്ലൈ ചെയ്യാറ്. അത് സൺകുന്നൂറിനൊന്നും സെപ്പറേറ്റ് ഒന്നുമില്ല, എല്ലാ ബേഡ്സിനും സപ്ലൈ ചെയ്യാറ്. ഓക്കെ, പിന്നെ ഉച്ചയ്ക്ക് നോർമൽ ബേഡ്സുകൾ പോലെ തന്നെ നമ്മൾ നോർമൽ സ്മോക്കറോസുകൾ പോലെ തന്നെ നല്ല രീതിയിൽ ഫ്രൂട്ട്സ് ഭയങ്കര അതുകൊണ്ട് നല്ല രീതിയിൽ ഫ്രൂട്ട്സ് നമ്മൾ സപ്ലൈ ചെയ്യും. പേരക്ക, അതേപോലെ തന്നെ ആപ്പിള്, ഷമാമ്, തണ്ണിമത്തൻ, ചോളം, ഇതൊക്കെ കഴിക്കും. അതൊക്കെ ഫ്രൂട്ട്സിനെ ഭാഗത്ത് പെട്ടെന്ന് മിക്കതും അവർ കഴിക്കും. ഉറുമാമ്പഴമൊക്കെ കഴിക്കും. അതേപോലെ തന്നെ പപ്പായ, ഇതൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ ഇനി ഇവനിങ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ഇത് കൊടുക്കും, പെല്ലറ്റ്സ് കൊടുക്കും, അല്ലെങ്കിൽ നോർമലി സീഡ് മിക്സ് തന്നെ ഒന്നുകൂടി കൊടുക്കാറുണ്ട്. ഇവർ വിഭാഗത്ത് തന്നെ ഇത് തന്നെ നമ്മൾ അറിയേണ്ട ഒരുപാട് കേസുണ്ട്. കാരണം വെച്ചാൽ സൺകുന്നൂറിൽ ഗ്രീനിഷ് കയറിയ സൺകുന്നൂറുകളുണ്ട്, യെല്ലോ ഡോമിനൻ്റ്, റെഡ് ഡോമിനൻ്റ് ഉണ്ട്, റെഡ് ഫാക്ടർ ഉണ്ട്, ഹൈപ്പർ റെഡ് ഫാക്ടർ ഉണ്ട്, പൈഡ് ഉണ്ട്, കനേഡിയൻ പൈഡ് ഉണ്ട്, അങ്ങനെ ഒരു കൂട്ടുണ്ട്. അപ്പം എടുക്കുമ്പോൾ നല്ല ലൈനേജുള്ള ബേഡുകളെ, നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളെ, നല്ല ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അധികം ഏജുള്ള ബേഡ്സുകൾ എടുക്കാതിരിക്കുക. 2 വർഷം തൊട്ട് 2.5 വർഷം എന്നാണ് ഇവരെ മെച്ചുവറിങ് കാലാവസ്ഥ. അതായത് ഇവർ മുട്ടടാൻ ബ്രീഡിങ് ടൈം വെച്ചാൽ 2 വയസ്സ് മുതൽ 2.5 വയസ്സ് വരെയാണ്. അതിനുശേഷം ഇവർ ബ്രീഡായി തുടങ്ങും. ഓക്കെ,
ആ ബ്രീഡ് ആകുന്ന സമയം നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിക്കുള്ള ഫുഡ് സപ്ലൈ ചെയ്യണം. നോർമൽ ഫുഡ് കൊടുക്കരുത്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ കടലകൾ വെള്ളത്തിലിട്ട് കൊടുക്കുക. സൺഫ്ലവർ അധികം കൊടുക്കണം, അതൊരു ബേഡ്സിന് കൊടുക്കുന്ന നല്ലതല്ല. അതെന്താ ഞാൻ വരും വീഡിയോസ് പറഞ്ഞുതരാം. അപ്പം അത് നല്ല രീതിക്ക് സപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരുപാട് മ്യൂട്ടേഷൻസ് ഇതിലുണ്ട്, ഒരുപാട് മ്യൂട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ എടുക്കുന്ന സമയത്ത് നല്ല ലൈനേജുള്ള ബേഡ്സുകൾ കീപ്പ് ചെയ്യുക. പിന്നെ ഇവർ എഗ്ഗ് ചെയ്യുന്നത് സ്മോക്ക് 2 മുതൽ 6 എഗ്ഗ് വരെ ചെയ്യുന്ന ബേഡ്സുകളുണ്ട്. അതിൽ 4 എഗ്ഗ് വരെ ഹാച്ച് ആവാറുണ്ട്, ചിലത് 5, ചിലത് 6 ഹാച്ച് ആവാറുണ്ട്. എൻ്റെയൊക്കെ അറിവുള്ള 2-3 ബേഡ്സ് 6 എഗ്ഗ് വരെ ഹാച്ച് ആവാറുണ്ട്. നല്ല രീതിക്ക് പാരൻറ്റിങ് ചെയ്യും. എൻ്റെയൊക്കെ അറിവുള്ള 2-3 ബേഡ്സ് 6 എഗ്ഗ് വരെ ഹാച്ച് ആവാറുണ്ട്. നല്ല രീതിക്ക് പാരൻറ്റിങ് ചെയ്യും, നല്ല രീതിക്ക് മക്കളെ നോക്കും. അതിലൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളല്ല. അങ്ങനത്തെ പേരുകളെ കിട്ടണം. ചില പേരൻസ് വെച്ചാൽ, ചില ബേഡ്സുകളെ പേരൻസ് വെച്ചാൽ ചിക്സുകൾ എടുത്ത് പുറത്തിടുന്നുണ്ട്, എഗ്ഗ് എടുത്ത് പുറത്തുണ്ട്. അങ്ങനെയൊക്കെ പേരൻസുകൾ പലതുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് പാരൻറ്റിങ് ഉള്ള ബേഡ്സുകൾ നോക്കി സെലക്ട് ചെയ്യുക, നോക്കി വാങ്ങാം. അപ്പം 2 മുതൽ 6 എഗ്ഗ് വരെ ചെയ്യും, 7 എഗ്ഗും ചെയ്യുന്ന ബേഡ്സുകൾ ഉണ്ടാവും. അതിൽ ചിക്കുകൾ വരും, നല്ല രീതിക്ക് പാരൻറ്റിങ് ചെയ്യും. നല്ല ബോണ്ടിങ് ഉള്ള പേരുകളാണ്, ഫുൾ ടൈം ആക്റ്റീവ് ഉള്ള ബേഡുകളാണ് സൺകുനൂർ എന്ന് വെച്ചാൽ. ഇവരെ പ്രത്യേകത ഞാനൊരു ബുക്കിൽ അയച്ചു. ഇവർ പ്രത്യേകിച്ചാൽ മനുഷ്യനായിട്ട് ഭയങ്കര രീതിയിൽ എടുക്കുന്ന ഒരു തരം ബേഡ്സാണ് സൺകുനൂർ. കുനൂർ വർഗത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് മനുഷ്യനായിട്ട് ഇറങ്ങുന്ന ഒരു വിഭാഗമാണ് സൺകുനൂർ. അല്ല, സ്മോക്കുനൂർ ഉണ്ട് കേട്ടോ. ഞാൻ വായിച്ചൊരു അറിവാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നല്ല രീതിക്ക് ബോണ്ടിങ്, അവർ നല്ല രീതിക്ക് അറ്റൻഷൻ കിട്ടണം, നല്ല രീതിക്ക് അറ്റൻഷൻ ആഗ്രഹിക്കുന്ന ഒരു ബേഡാണ് സൺകുനൂർ. നല്ല രീതിക്ക് അറ്റൻഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഫുൾ ഫെദർ പ്ലക്ക് ചെയ്ത് കളയാറുണ്ട്. അങ്ങനെ ഒരു ബേഡ് എൻ്റെ കയ്യിൽ വന്നിരുന്നു, ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വിട്ടയാണ്. അങ്ങനെ ഒരു ബേഡ് അതായത് മൂപ്പര് ഗൾഫ് പോയ സമയത്ത് ഫെദർ ഫുൾ പ്ലക്ക് ചെയ്ത്, ബേഡ് ഫുൾ പ്ലക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആക്റ്റീവ് പറഞ്ഞ് ബേഡ് ഫുഡൊക്കെ എടുക്കാതെ ആയിരുന്നപ്പോൾ നമുക്ക് കൊണ്ട് തന്നിരുന്നു. നമ്മളൊക്കെ റെഡിയാക്കി, ഫെദറൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ കൊടുത്തട്ടോ. അപ്പം ആ ഒരു സീൻ ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ കേസസ് വെച്ചാൽ 4-3-3 മിനിമം 3-3-3 യൂസ് ചെയ്യുക. അതിലും ബ്രീഡാവും. 2.5-2.5-2ലും ബ്രീഡാവും. 3-3-3 ബ്രീഡാവും. 4-3-3 ബ്രീഡാവും. നിങ്ങൾക്ക് അത്യാവശ്യം ഫ്ലൈങ് കേജ് സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2.5-2.5-2 ബ്രീഡാക്കിയ ശേഷം ഒരു 1 ടൈം വരെ ഫ്ലൈൻ ഇടാം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ 3-3-3ലാണ് ബ്രീഡ് ചെയ്യുന്നത്. അത് ഒരു ബ്രീഡിങ് കഴിഞ്ഞാൽ ഓരോ ഫ്ലൈങ്ങിലേക്ക് വിടും. പിന്നെ നല്ല രീതിക്ക് മനുഷ്യനായിട്ട് ടേംഡ് ബേഡ്സ് നല്ല രീതിക്ക് മനുഷ്യനാണെന്നു. പിന്നെ ടോക്കിംഗ് എബിലിറ്റി ഉണ്ടോ ചോദിച്ചാൽ വലിയ രീതിക്ക് ടോക്കിംഗ് എബിലിറ്റി ഇല്ലെങ്കിലും കുറച്ച് ബേഡ്സുകൾ റെക്കോർഡ് ചെയ്യാനുള്ള കഴിവ് ഓർക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു ബേഡ് ഞാൻ മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിലുള്ള ഒരു സൺകുനൂർ ചെറിയ രീതിക്ക് ഹലോ ഹായ് അതൊക്കെ ചെറുതായിട്ട് രീതിക്ക് പറയും. വലിയ രീതിക്ക് ഒന്നും ചെയ്യില്ലെങ്കിലും ചെറിയ രീതിക്ക് പറയുന്നത് കാണാം കേട്ടോ. കാണാൻ ഉള്ള ഭംഗി പോലെ തന്നെയാണ് ഇവരെ നമുക്ക് നോക്കാനും കാര്യങ്ങളും നല്ല രീതിക്ക് അട്രാക്ഷനാണ്. നല്ല രീതിക്ക് മനുഷ്യൻ്റെ അങ്ങനത്തെ ഒക്കെ ഗുഡ് ക്വാളിറ്റീസ് മാത്രമേ ഈ ബേഡിനുള്ളൂ. പക്ഷേ എന്തിനും ഒരു ബാഡ് ക്വാളിറ്റി ഉള്ള പോലെ ഒരു സൗണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടുത്തൊന്നും അധികം 2 പേർ വരുന്ന വലിയ വിഷയമല്ല. അടുത്തൊന്നും ആൾക്കാരുണ്ടെങ്കിൽ ഒരു 2-ൽ കൂടുതൽ പേരുകളെ പോറ്റാതിരിക്കുക. കാരണം എന്നോട് ഒരുപാട് പേര് പറഞ്ഞ കേസുകളാണ്. ഞാനൊരു ബ്രീഡറാണ്, എനിക്കറിയാം ഒരുപാട് ബ്രീഡേഴ്സ് പറഞ്ഞാണ് സൺകുനൂറിനെ സംബന്ധിച്ച് സൗണ്ട് ഭയങ്കര സീനാണെന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ പേരൊക്കെ കൊടുത്ത് സൺഫ്ലവർ അതേപോലെ തന്നെ കൊടുത്ത് നമ്മൾ 2.5-2.5-3 ഈ കേജ് സൈസ്. ഈ കേജിൻ്റെ സൈസ് വരുന്നത് അത് എൽബോർഡിലും ബ്രീഡാവും. ഇതേപോലെ തന്നെ ഡെപ്ത് കൂടിയ ബോക്സിലും ബ്രീഡാവും. അങ്ങനെ ഇന്ന ബോക്സ് വേണമെന്നില്ല. ഇതിപ്പോൾ ഇവൻ്റെ ഫീമെയിൽ ബ്രീഡായി കിടക്കുന്നതാണ്. അതാണ് ഇപ്പോൾ കണ്ടോ, നമ്മൾ വന്നപ്പോൾ ഇവൻ അകത്ത് പോയി. അതായത് സ്വന്തം പാർട്ട്ണറെ അത്ര രീതിക്ക് സേഫ്റ്റിയിൽ നോക്കുന്ന ഒരു ബേഡാണ് കണ്ടോ. അപ്പോൾ മൂപ്പരകത്ത് പോയി പാർട്ട്ണർ സേഫാണോ നോക്കുകയാണ്. നമുക്ക് തുറന്നു നോക്കാൻ പറ്റിയ ലെഗ് ഉള്ളതാണ്. അപ്പോൾ അല്ലേ ഇത് നമ്മൾ ചോളം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സൺകുനൂർ വാങ്ങാം. അതിനൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വല്ല സംശയ കാര്യങ്ങളോട് എന്നോട് ചോദിക്കാം. അതുപോലെ ഞാൻ ഈ പറഞ്ഞതിൽ വല്ല ഇതിലും ഇൻക്ലൂഡ് ചെയ്യാനുള്ള വേറെ വല്ല കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞാൽ നല്ല ബേഡ്സിനെ നല്ല ക്വാളിറ്റിയുള്ള സ്ഥലത്ത് നിന്ന് എപ്പോഴും സൂക്ഷിച്ചു വാങ്ങുക. പ്രത്യേകിച്ച് നിങ്ങൾ സൺകുനൂർ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ നല്ല രീതിക്കുള്ള മാർക്കറ്റ് ഉണ്ട്. 20ക്ക് മേലെയാണ് നിലവിൽ യെല്ലോ ഡോമിനൻസിന് വരുന്നത്, റെഡ് ഡോമിനൻസിനൊക്കെ. പിന്നെ അങ്ങോട്ട് ഹൈപ്പർ റെഡ് അതേപോലെ തന്നെ പൈഡൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത എമൗണ്ടുകൾ വരുന്നുണ്ട്. കനേഡിയൻ പൈഡൊക്കെ പറഞ്ഞാൽ പീസിന് തന്നെ 1.5 lakh ഒക്കെ വരുന്നുണ്ട്. 1 lakhൻ്റെ മേലെയാണ് കനേഡിയൻ പൈഡിനൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ എൻ്റെ ഒരു ഡ്രീമാണ് കനേഡിയൻ പൈഡിനൊക്കെ ചെയ്യണം എന്നുള്ളത്. ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഇത്രയും കാലം വിചാരിച്ചൊക്കെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുണ്ട്. അതായത് റെഡ് ഫാക്ടർ, റെഡ് ഡോമിനൻ്റ്, ഹൈപ്പർ റെഡ് ഫാക്ടർ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഏറ്റവും വലിയ ഡ്രീം സൺകുനൂർ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമുക്കൊരു 3-4 പേരും സൺകുനൂർ നിലവിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, ബ്രീഡായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ ബേഡിനെടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ബേഡിനെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മോട് ചോദിക്കുകയാണ്. ഞാൻ എപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരും.
എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ. ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറച്ച് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഓക്കെ, അടുത്ത വീഡിയോ കാണാതെ ബൈ.